ഹായ് ഫ്രണ്ട്സ്, റിയാക്ഷൻ ടി വി മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊരു എളിയ റിക്വസ്റ്റ് ഉണ്ട്. എന്നാണെങ്കിലും നമ്മുടെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ അഞ്ജലിക്ക് കോടതിയിൽ എന്താ പറയുക, വളരെ കടുത്ത തിരിച്ചടികളാണ് കിട്ടിയതെന്ന് നമുക്കറിയാം. അമ്മ എതിർത്ത് നിന്നതിനാൽ പത്മിയെ ആ കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കുവാനായിട്ട് നമ്മുടെ അഞ്ജലിക്ക് കഴിഞ്ഞില്ല. എല്ലാവരുടെയും മുമ്പിൽ വെറും വട്ടപൂജ്യമായിട്ട് വിഷമവും ദേഷ്യവും എന്താ പറയുക, ഹൃദയം നുറുങ്ങുന്ന കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ടാണ് അഞ്ജലി ആ കോടതിയുടെ മുമ്പിൽ നിന്ന് പോയത്. ഇപ്പൊ രാഘവനുണ്ണിയും കാർത്തിക്കും അങ്ങനെ കുറുപ്പും അങ്ങനെ കുറെ ദുഷ്ടക്കൂട്ടങ്ങൾ ശരിക്കും പറഞ്ഞാൽ ജയിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ആ അവസ്ഥയ്ക്കൊക്കെ എന്താണെങ്കിലും മാറ്റം വരാതിരിക്കില്ല. കാരണം ന്യായം എപ്പോഴും നമ്മുടെ അഞ്ജലിയുടെ ഭാഗത്താണുള്ളത്. പത്മിക്ക് കൃത്യമായ നീതി വേണം, നമുക്കറിയാം. അപ്പോ അത് സംഭവിക്കാൻ പോവുകയാണ് കൂട്ടുകാരെ. അപ്പൊ ആ സംഭവത്തെ പറ്റി വരാൻ പോകുന്ന കുറച്ച് സംഭവങ്ങളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണണം. അപ്പോ നമുക്കറിയാം അഞ്ജലിയുടെ അച്ഛനെ നാണിക്കെടുത്തി ഈ കാർത്തിക്. അപ്പോ അതിന്റെ എത്ര ദുഃഖത്തോടെയാണ് അദ്ദേഹത്തെ നമ്മൾ കണ്ടത് നമുക്കറിയാലോ. നിങ്ങൾ എപ്പിസോഡൊക്കെ കണ്ടപ്പോ അറിയാം എത്ര തകർന്നു പോയി അഞ്ജലിയുടെ അച്ഛൻ എന്നുള്ളത്. ഇതിനെല്ലാം പിന്നിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുപമയാണ് കളിക്കുന്നത്. എങ്ങനെയാണ് ഈ അമ്മ ഈ കോടതിയിൽ എത്തിയതെന്നും വിഷക്കുപ്പി നീട്ടി കഴിക്കുമെന്ന് പറഞ്ഞ് ഈ നമ്മുടെ അഞ്ജലിയെ ഭീഷണിപ്പെടുത്തിയത് എന്നും എല്ലാം നമുക്കറിയാം. ഇതിന് പിന്നിലെല്ലാം കളിക്കുന്നത് അനുപമയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഈ അനുപമയുടെ ഈ ചതികളൊക്കെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. അമ്മ തിരിച്ചറിയും ഈ അനുപമയാണ് ഇതിന് പിന്നിലെല്ലാം കളിക്കുന്നതും അതുപോലെ അഞ്ജലിയെ ചതിച്ചതും അങ്ങനെ എല്ലാം ഈ അനുപമയാണ് എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ തിരിച്ചറിയുന്ന ഒരു ദിവസം വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ തനിക്ക് പറ്റിയ തെറ്റുകളും അമ്മ തിരിച്ചറിയുകയാണ്. താൻ തിരിച്ചറിവില്ലാതെ ചെയ്ത കാര്യങ്ങളും നമ്മുടെ അഞ്ജലിയുടെ മനസ്സ് തിരിച്ചറിയാതെ പോയതൊക്കെ ഓർത്ത് വളരെയധികം വിഷമിക്കുകയാണ് ശരിക്കും പറഞ്ഞാല് അമ്മ. അപ്പോ അമ്മ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അഞ്ജലിയും കൂട്ടി അമ്പലത്തിൽ പോവുകയാണ്. അമ്പലത്തിൽ പോയിട്ട് അവിടെ വെച്ച് സത്യം ഇടിപ്പിക്കുകയാണ് അഞ്ജലിനെ കൊണ്ട്. ഈ കേസ് നീ തന്നെ വാദിക്കണം, അതുപോലെ തന്നെ പത്മിയെ നീ രക്ഷിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് വാക്ക് കൊടുപ്പിക്കുകയാണ് അഞ്ജലിനെ കൊണ്ട്. അപ്പോൾ എന്താ പറയാ, അഞ്ജലിക്ക് എന്താ പറയാ, ഉണ്ടാവുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, എന്താ പറയാ, ഇത്രയധികം അമ്മയുടെ ഒരു സപ്പോർട്ടിന് വേണ്ടി എത്രത്തോളം നമ്മുടെ അഞ്ജലി കൊതിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഒരു സൈഡിൽ അർജുന്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അമ്മ വിഷം കുടിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ അഞ്ജലി എന്ത് ചെയ്യാനായിട്ട് പറ്റുമല്ലേ. എന്താണെങ്കിലും അഞ്ജലിയോട് അമ്മ തന്നെ പറയുകയാണ്, നീ എന്റെ മോള് വാദിക്കണം, ഈ കേസ് ജയിക്കണം, രാഘവൻ ഉണ്ണിയുടെ മുമ്പിൽ എന്റെ മോള് ജയിച്ചു വരണം, പത്മയ്ക്ക് നീതി നേടിക്കൊടുക്കണം എന്ന് പറയുമ്പോൾ അഞ്ജലിക്ക് എന്തെന്നില്ലാതെ ഒരു പവറും ശക്തിയും എല്ലാം തിരിച്ചു വരികയാണ്. അങ്ങനെ അഞ്ജലി തിരിച്ച് ഈ കേസ് വീണ്ടും വാദിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അമ്മയുടെ സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അഞ്ജലിക്ക് പിന്നെ ഒന്നും നോക്കാനില്ല. അങ്ങനെ കാർത്തികിനെ തേടി പോവുകയാണ്. നമ്മുടെ അർജുനും കൂടെ ഉണ്ട്. അവനെ കൂടെ പോയിട്ട് അവിടെ ചെന്ന് ഫുട്ബോൾ കളിക്കുന്ന അവിടെ ചെല്ലുകയാണ് കാർത്തിക്. അവിടെ വെച്ചിട്ട് വേണ്ട വിധത്തിൽ അഞ്ജലി കാർത്തികിനെ കൈകാര്യം ചെയ്യണം. കഴുത്തിൽ ഷാളൊക്കെ മുറുക്കി ഇടിച്ച് പരുവാക്കി കൈകാര്യം ചെയ്യുമ്പോൾ അഞ്ജലി പറയുകയാണ്, നീ എൻ്റെ അച്ഛന്റെ കഴുത്തില് നോട്ടുമാല ഇട്ടെങ്കിൽ നിന്റെ കഴുത്തിൽ ഞാൻ കൊലക്കയറിടും എന്ന് ശരിക്കും പറഞ്ഞാൽ അഞ്ജലി പറയുകയാണ്. കാർത്തിക് അപ്പൊ ശരിക്കും പറഞ്ഞാൽ വരണ്ടു പോകും. അപ്പൊ അഞ്ജലി കേസിൽ നിന്ന് വാദിക്കാനായിട്ട് വന്നില്ല, നാണം കെട്ട് തിരിച്ചു പോയല്ലോ എന്നൊക്കെ ആലോചിച്ച് വളരെയധികം സന്തോഷം നടക്കുകയായിരുന്നു കാർത്തിക്. എന്താണെങ്കിലും അഞ്ജലി ഇങ്ങനെ ചെയ്തതോടുകൂടി ആകെ പേടിച്ച് കാർത്തിക് നാട് വിടാനൊക്കെ ആയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ നാട് വിട്ട് പോകാനായിട്ടൊക്കെ രക്ഷപ്പെട്ട് പോകാനായിട്ട് ചെല്ലുമ്പോൾ അവിടെ വെച്ച് അർജുനും അഞ്ജലിയും കൂടെ ഈ കാർത്തികിനെ പിടിക്കും, പോലീസ് സ്റ്റേഷനെ പിടിക്കും. ഇയാൾ നാട് വിട്ട് പോകാനായിട്ട് തുടങ്ങിയാണ്, കേസിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ പറയും. അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം ആയി കഴിയുമ്പോഴത്തേനും കുറുപ്പും രാഘവനുണ്ട് ഇങ്ങോട്ട് ഒരു പ്ലാൻ ചെയ്യുകയാണ്, എങ്ങനെയും അഞ്ജലിനെ ഇല്ലാതാക്കിയേ പറ്റത്തുള്ളൂ. അഞ്ജലി കേസ് വാദിക്കാതെ ഇരിക്കുവാനായിട്ട് അഞ്ജലി ഇല്ലാതാക്കുവാനൊക്കെ ആയിട്ട് കുറുപ്പ് രാഘവനുണ്ണി കാർത്തികൊക്കെ കൂടി ചെയ്തു നോക്കുമെങ്കിലും ഒന്നും തന്നെ ഫലിക്കത്തില്ല. അവസാനം നമ്മുടെ അഞ്ജലി കേസ് ജയിച്ച് ഇവന് ഇരട്ട ജീവപര്യന്തം വരെ നേടിക്കൊടുക്കും. അങ്ങനെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ പത്മയ്ക്ക് ഒരു നീതി നേടിക്കൊടുക്കുവാനായിട്ട് ഒരു ചെറിയൊരു നീതിയെങ്കിലും
നേടിക്കൊടുക്കാനായിട്ട് നമ്മുടെ അഞ്ജലിക്ക് സാധിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല തടസ്സങ്ങൾ ഇതിനിടയിൽ വന്നൊക്കെ ചേരും എങ്കിൽ പോലും ഏറ്റവും അവസാനത്തെ നീതി അഞ്ജലിയെ തേടിയെത്തും. അങ്ങനെ കുറച്ച് സീനുകൾ വരുന്നുണ്ട്. എന്താണെങ്കിലും ആ സീനുകൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്ന നല്ല അടിപൊളി എപ്പിസോഡുകളൊക്കെ ഇനി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കാണുക. നമ്മുടെ ഈ ചാനലിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടേക്ക് കെയർ. ബൈ ബൈ.